പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത ചെന്നൈ എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ പോയ സീസണിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ബ്രസീലിയൻ താരമായിരുന്നു എൽസീനോ. മികച്ച ടാക്ലിങ്ങുകളൊക്കെ താരത്തിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ സീസണിൽ കണ്ടിരുന്നു. 22 മത്സരങ്ങളായിരുന്നു കഴിഞ്ഞ പോയ സീസണിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി താരം കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ബ്രസീലിയൻ താരത്തിന് ചെന്നൈ എഫ് സി സ്വന്തമാക്കിയിട്ടുണ്ട്. ചെന്നൈ എഫ് സി ആണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത്. ISL 10ാം സീസണിൽ ചെന്നൈ എഫ് സിയുടെ ഡിഫൻസ് അത്ര ശക്തമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഡിഫൻസ് കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ചെന്നൈ എഫ് സി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രസീലിയൻ താരമായിട്ടുള്ള എൽസീനോ കൂടി ടീമിലേക്ക് വരുമ്പോൾ ചെന്നൈ എഫ് സിയുടെ ഡിഫൻസ് കൂടുതൽ ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്തൊരു വാർത്ത ഒഡീഷ എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഒഡീഷ എഫ് സിയും അടുത്ത സീസണിലേക്ക് വേണ്ടി വമ്പൻ താരങ്ങളെ തന്നെയാണ് നോട്ടമിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ IFTWC റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയായിരുന്നു ISL തന്നെ ഏറ്റവും മികച്ച പ്ലേയേഴ്സിൽ ഒരാളായിട്ടുള്ള ഹ്യൂഗോ ബോമസിനെ ഒഡീഷ എഫ് സി സൈൻ ചെയ്തു എന്നുള്ളത്. നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞൊരു കാര്യമായിരുന്നു കാർലോസ് ഡെൽഗാഡോയുടെ കോൺട്രാക്ട് ഒഡീഷ എഫ് സി എക്സ്റ്റെൻഡ് ചെയ്തേക്കുമെന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനം എത്തിയിട്ടുണ്ട്. കാർലോസ് ഡെൽഗാഡോ അടുത്ത സീസണിലും ഒഡീഷ എഫ് സി ടീമിൽ തന്നെ ഉണ്ടായേക്കും. 2026 വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് ഒഡീഷ എഫ് സി കാർലോസ് ഡെൽഗാഡോയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഒഡീഷ എഫ് സിക്ക് വേണ്ടി കഴിഞ്ഞ പോയ സീസണിൽ 24 മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോളും ഒരു അസിസ്റ്റും താരത്തിന്റെ പേരിലുണ്ട്. എന്തുകൊണ്ടും അടുത്ത സീസണിലേക്ക് വേണ്ടി മികച്ച തയ്യാറെടുപ്പുകളാണ് ഒഡീഷ എഫ് സി ടീം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ടീം ഇപ്പോൾ പുതുക്കി പണിയാൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് താരങ്ങളെല്ലാം ക്ലബ്ബ് കൂട്ടത്തിന്റെ പ്രഖ്യാപനം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആരാധകർക്ക് മറ്റൊരു നിരാശ വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഫാൻബോട്ട് എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള കോമി പെപ്പർ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് എന്നുള്ളതാണ്. പെപ്പറയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുമായിട്ട് ഒരു വർഷം കൂടി കോൺട്രാക്ട് ഉണ്ടെങ്കിലും താരം ക്ലബ്ബ് വിടാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് എന്നൊക്കെയാണ് ഫാൻപോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. പെപ്പറ, മിലോസ് ഡ്രിൻസിച്ച്, ജോഷോ സൊറ്റീരി എന്നീ പ്ലേയേഴ്സിന്റെ ഭാവിയെക്കുറിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നത് എന്നാണ് ഫാൻപോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലിപ്പോൾ പെപ്പറ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരാനുള്ള ചാൻസ് കുറവാണ് എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.